അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെ തന്നെ ഫിസിക്സിലെ ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് വെച്ച് നോക്കാം. ആദ്യം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, അതായത് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഈ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു വെക്കണം നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് തുടക്കത്തിൽ കുറച്ച് ഊർജ്ജമാറ്റങ്ങളുണ്ട്. ഇപ്പോൾ 1 മാർക്കിന് 2 മാർക്കിനൊക്കെ SSLC എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഊർജ്ജമാറ്റങ്ങൾ. അപ്പോൾ അതായത് ഓരോ ഉപകരണങ്ങൾ വരും, ആ ഉപകരണങ്ങളുടെ ഊർജ്ജമാറ്റങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇലക്ട്രിക് ഫാനിന്റെ ഊർജ്ജമാറ്റം എന്താണ്? വൈദ്യുതോർജ്ജത്തിൽ നിന്ന് യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു, അതായത് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ടു മെക്കാനിക്കൽ എനർജി. അതേപോലെ തന്നെ കുറച്ച് ഊർജ്ജമാറ്റങ്ങൾ നമ്മളോട് ചോദിക്കും. 1 മാർക്കിന് 2 മാർക്കിന് ചോദിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കുറേ ഫലങ്ങൾ പറഞ്ഞില്ല, അതിൽ നിന്ന് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം വരുന്ന കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് എഴുതാൻ പറയും. ഇതുപോലെ തന്നെ 1 മാർക്കിന് 2 മാർക്കിന് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം തരുന്ന ഉപകരണങ്ങളുടെ പേരെഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടതാണ് ഇതൊക്കെ. താപം ഉപയോഗിക്കുന്നത് ഇസ്തിരിപ്പെട്ടി, അതുപോലെ തന്നെ ഹീറ്റർ, സോൾട്ട് കയണൊക്കെ, ഇതൊക്കെ താപം ഉപയോഗിച്ചിട്ട്, അതായത് വൈദ്യുതി നമ്മളെ വയറിലൂടെ കടത്തി വിടുന്ന സമയത്ത് അവിടെ നമ്മൾ ഫലമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? താപമാണ്. അതുപോലെ തന്നെ ബൾബ് അതാണ് പ്രകാശമാണ്. പക്ഷെ ബൾബ് താപമായിട്ട് ഉപയോഗിക്കുന്ന സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. ഇൻക്യുബേറ്ററിൽ ബൾബ് നമ്മൾ ഉപയോഗിക്കുന്നത് താപമായിട്ടാണ്. അപ്പൊ അതുപോലെ കുറച്ച് താപഫലങ്ങൾ ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങളുടെ പേര് എഴുതാം. 1 മാർക്കിന് 2 മാർക്കിന് ചോദിക്കുമ്പോൾ അപ്പോൾ അത് നമ്മൾ നോക്കി വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരേണ്ടത്, നമ്മൾ ആദ്യം കറണ്ടിന്റെ ഓരോന്നിനും ഓരോ നമ്മൾ യൂണിറ്റുകളുണ്ട്, അതുപോലെ തന്നെ സിമ്പിൾസ് ഉണ്ട്. നമ്മൾ കുറച്ച് സിമ്പിൾസും യൂണിറ്റുകളും ഇവിടെ പഠിച്ചു വെക്കണം. ആദ്യം കറണ്ടിന്റെ സിമ്പിൾ നമ്മൾ ഇന്റൻസിറ്റി, I എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കറണ്ടിന്റെ യൂണിറ്റ് നമ്മൾ ആംപിയർ ആയിട്ട് പറയും. നെക്സ്റ്റ് നമ്മൾ വരുമ്പോൾ ചാർജിന്റെ റെപ്രസെന്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ Q, അതിന്റെ യൂണിറ്റ് കൂളം, പിന്നെ ടൈം T, സെക്കൻഡ് യൂണിറ്റും. അപ്പൊ ആദ്യം ഇതിൽ ഫസ്റ്റ് പോർഷനിൽ നമുക്കൊരു പഠിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, I = Q/T. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന ചാർജ് ആണ് എന്ത്? കറണ്ട്. I = Q/T. ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം, I = Q/T. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നെക്സ്റ്റ് പഠിക്കാൻ പോണത് ഒരു ഇക്വേഷനാണ്. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H = I² RT. അതൊരു നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ജൂൾ നിയമം എന്നൊരു നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇക്വേഷനാണ്. H ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I² RT. അത് നമ്മൾ ഡെഫിനിഷനും പഠിച്ചു വെക്കണം, അതിന്റെ ഇക്വേഷനും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നെ അറിയാം ഈ H എന്താണ്? H എന്ന് പറഞ്ഞാൽ എന്താണ്? താപം, ഹീറ്റ്. I എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി, കറണ്ട്. R എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ്, പ്രതിരോധം. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം, സമയം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഡെഫിനിഷൻ എന്താണ്? ജൂൾ നിയമത്തിന്റെ ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന ആ ഡെഫിനിഷനും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അതിന് ഇംഗ്ലീഷും പഠിച്ചു വെക്കണം. അതിന്റെ കൂടെ തന്നെ അതിന്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. H ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I² RT. ആ ഇക്വേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഈ ചാപ്റ്ററിന് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. അപ്പൊ അത് പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പഠിച്ചു വെക്കേണ്ടത്, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓം നിയമം, I = V/R. ആ I = V/R എന്ന ഇക്വേഷൻ Hന്റെ പല ഭാഗത്തും ഇട്ടിട്ട് നമ്മൾ Hന് ഒരു 3 ഇക്വേഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. അതിന്റെ ഡെഫിനിഷൻസ് ഒന്നും കൂടുതൽ നിങ്ങളോട് ചോദിക്കില്ല, അല്ലെ ഡെറിവേഷൻ കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങളോട് ചോദിക്കുന്ന കാര്യം Hന്റെ 3 ഇക്വേഷൻസ് ചോദിക്കും. H = I² RT. അതുപോലെ തന്നെ Hന്റെ വേറെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. H = V²/R × T, H = VIT. ഈ 3 ഇക്വേഷൻസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരിക വോൾട്ടേജ്, കറണ്ട്, ടൈം തന്നതിന് ശേഷം കറണ്ട്, ഹീറ്റ് കണ്ടെത്താൻ പറയാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് H = VIT. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ വോൾട്ടേജ് തരുന്നുണ്ട്, അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസം തരുന്നുണ്ട്, റെസിസ്റ്റൻസ് തരുന്നുണ്ട്, ടൈം തരുന്നുണ്ട്, അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് H = V²/R × T. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു ഉപകരണത്തിന്റെ താപം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്നത് I-ഉം R-ഉം T-യും, അതായത് കറണ്ടും പ്രതിരോധവും ടൈമും തരാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് H = I² RT. അപ്പൊ നിങ്ങൾ നേരെ പഠിച്ചു നോക്കേണ്ടത് H = I² RT, H = V²/R × T, H = VIT. 3 ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. അതിനുശേഷം നിങ്ങൾ നേരെ നോക്കേണ്ടത് 2 തരത്തിൽ നമ്മൾ സർക്യൂട്ടുകൾ കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രേണി രീതി, ഒന്ന് സമാന്തര രീതി, അതായത് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും. അതുപോലെ തന്നെ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾക്ക് ഈ വീഡിയോക്ക് പുറമെ നമ്മൾ ഇനി ഓരോ ഇയറിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ആ സമയത്ത് നമുക്ക്
ഓരോന്നും ഓരോ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും വെച്ചിട്ട് നമുക്ക് ഓരോ പ്രോബ്ലംസ് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾ പഠിച്ചു നോക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും, അതായത് സമാന്തരമായിട്ടുള്ള സർക്യൂട്ടും അതുപോലെ തന്നെ ശ്രേണി രൂപത്തിലുള്ള സർക്യൂട്ടുകൾ എങ്ങനെ കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ അതിന്റെ കുറച്ച് റെസിസ്റ്റൻസ് കണ്ടെത്തേണ്ടതും. ആദ്യം നമ്മൾ പഠിച്ചു നോക്കുന്നത് ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് അതിന്റെ കൂടെ തന്നെ കണക്ട് ചെയ്തിട്ട് വേറെ റെസിസ്റ്റൻസ് അങ്ങനെ പോകുന്നതിന് നമ്മൾ പറയുന്നതാണ് ശ്രേണി രീതി. സമാന്തരം എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് അതിന്റെ താഴെയായിട്ട് വരുന്ന വേറെ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ, അതായത് ഒരു സെല്ലിൽ തന്നെ കണക്ഷൻ പോകുന്നത്, അത് നമ്മൾ പറയുന്നതാണ് പാരലൽ അഥവാ സമാന്തര രീതി എന്ന് പറയുന്നത്. അപ്പൊ അത് പഠിച്ചു നോക്കണം. അതിന്റെ രണ്ടിനും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടിട്ടാണ് അതിന്റെ റെസിസ്റ്റൻസ് കാണാൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം. സിമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ശ്രേണി രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ശ്രേണിയും സമാന്തരം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്താണ് ശ്രേണി, എന്താണ് സമാന്തരം എന്ന്, അതായത് നമ്മൾ പഠിച്ചു വെക്കുന്ന കാര്യത്തിന്റെ അപ്പുറം നമ്മൾ ചിന്തിക്കണം. എന്താണ് ശ്രേണി, എന്താണ് സമാന്തരം എന്ന് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കിട്ടും. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൾബിൽ നമ്മൾ ഒരു വയർ നമ്മൾ കയ്യിലുണ്ട്, വയറിൽ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടു, അടുത്തത് ആ ബൾബിന് രണ്ട് എൻഡ് ഉണ്ടാവില്ല, ഒരു എൻഡിൽ അടുത്ത വയർ എടുത്തിട്ട് വേറെ ബൾബിന് കണക്ട് ചെയ്തു, അങ്ങനെ മൊത്തത്തിൽ കൊടുത്തിട്ട് ഒരു സെല്ലിൽ കൊടുക്കുന്നത് നമ്മൾ പറയുന്നതാണ് ശ്രേണി രീതി. സമാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബാറ്ററി ഉണ്ട്, ബാറ്ററി ഒരു സെല്ലിൽ നിന്ന് ഒരു ബൾബിന്റെ ഒരു സൈഡിൽ കൊടുത്തു, ഈ സെല്ലിന് മറ്റേ സൈഡിൽ നിന്ന് ബൾബിന്റെ വേറെ സൈഡിൽ കൊടുത്തു, എന്നിട്ട് തന്നെ ഈ ബാറ്ററിയുടെ ഒരു സെല്ലിൽ നിന്ന് വേറെ ബൾബ് കൊടുത്തു, ഈ സെല്ലിന്റെ ഈ അഗ്രത്തിൽ നിന്ന് വേറെ ബൾബും കൊടുത്തു. അതിനെ നമ്മൾ പറയുന്നതാണ് സമാന്തര രീതി. ഈ രണ്ടും ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കണ്ടെത്താൻ എളുപ്പമാണ്. അപ്പൊ ശ്രേണി രീതിയിലുള്ള റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് R = R1 + R2 + എക്സെട്ര. അങ്ങനെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തുക. ഓക്കെ. നേരെ മറിച്ച് പാരലൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 1/R = 1/R1 + 1/R2 + എക്സെട്ര എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സമാന്തര രീതിയിൽ കണ്ടെത്തുക. അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കേണ്ടത് ശ്രേണി രൂപത്തിന്റെയും ശ്രേണി രൂപത്തിൽ കണക്ട് ചെയ്യുമ്പോഴും സമാന്തര രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങൾ ഒരു 3-4 പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ചാപ്റ്ററിൽ സിമ്പിൾ ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് സമാന്തരത്തിന്റെ ഒരു ഇക്വേഷൻ കൂടി പറയാം. R = R1 × R2 / R1 + R2 എന്ന് പറയാം. പിന്നെ നമ്മൾ അതിന്റെ കുറച്ച് ഇക്വേഷൻസ്, അതിന്റെ കുറച്ച് പ്രോബ്ലംസ് കാര്യങ്ങൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്താൻ മാത്രമാവില്ല, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടെത്തിയതിനു ശേഷം കറന്റ് കണ്ടെത്താൻ പറയും, വോൾട്ടേജ് കണ്ടെത്താൻ പറയും. അതൊക്കെ സിമ്പിൾ ആണ്. ഒരു 2-3 തവണ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചതിനു ശേഷം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്നത് വൈദ്യുത താപഫലത്തിന്റെ ഉപയോഗങ്ങൾ. വൈദ്യുത താപഫലം, അതിന്റെ താപഫലത്തിന്റെ ഉപയോഗങ്ങൾ എവിടെയൊക്കെയാണ് നമ്മൾ വൈദ്യുത താപഫലം ഉപയോഗിക്കുന്നത്, അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. അതായത് നമുക്ക് പറയാം ഹീറ്റ്, സോൾഡറിങ് അയൺ, ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സ്, ഇതൊക്കെ നമുക്ക് താപഫലത്തിന്റെ യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ ഇതിന്റെ അകത്തിരിക്കുന്നത് നിക്രോം എന്നൊരു കമ്പിയാണ്. അത് മനസ്സിലാക്കി വെക്കണം. നിക്രോമിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഹൈ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ചുട്ടുപഴുത്ത് അവസ്ഥയിൽ ഒരുപാട് നേരം നിൽക്കാനുള്ള ഒരു കഴിവായിരിക്കണ്ടേ ഈ നിക്രോമിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് നിക്രോം എന്ന ഒരു പദാർത്ഥമാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് മനസ്സിലാക്കി വെക്കണം. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, അതായത് ഉയർന്ന ദ്രവണാങ്കം ഉണ്ട്. ഓക്കെ. അപ്പൊ ഹീറ്റിംഗ് കോയിൽ, ഇതിന്റെ ഒക്കെ അകത്ത് ഈ ചൂടാവുന്ന ഭാഗത്തല്ല, ഇസ്തിരിപ്പെട്ടൊക്കെ ചൂടാവുന്ന ഭാഗത്ത് ഹീറ്റിംഗ് കോയിൽ ആണുള്ളത്. ഈ ഹീറ്റിംഗ് കോയിലായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നിക്രോം എന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ്, നിക്രോം കമ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്രോം. ഓക്കെ. നിക്രോം ഏതിന്റെയൊക്കെ അലോയികളാണ് അല്ലെങ്കിൽ ഏതിന്റെയൊക്കെ സങ്കരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്കൽ, ക്രോമിയം, ഇരുമ്പ് എന്നീ 3 ലോഹങ്ങളുടെ ഒരു അലോയി അല്ലെങ്കിൽ സങ്കരമാണ് നിക്രോം. അത് പഠിച്ചു വെക്കണം. നിക്കൽ, ക്രോമിയം, ഇരുമ്പ് എന്ന 3 ലോഹങ്ങളുടെ ഒരു അലോയി ആണ് നിക്രോം. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ നിക്രോമിന്റെ പ്രത്യേകത, നിക്രോം ഉപയോഗിക്കാൻ കാരണം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, അതായത് ഹൈ റെസിസ്റ്റൻസ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. നെക്സ്റ്റ്, ഒരുപാട് നേരം ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കാനുള്ള ഒരു കഴിവായിരിക്കണ്ടേ നിക്രോമിന്റെ. അതുകൊണ്ടാണ് നിക്രോം നമ്മൾ ഇതിന്റെ അകത്ത് ഹീറ്റിംഗ് കോയിലായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം. നെക്സ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഫ്യൂസ്. നമുക്കറിയണതാണ്. എല്ലാ കാര്യങ്ങളും നമുക്കറിയണതാണ്. നമ്മൾ ഫ്യൂസ്, ഒരിക്കലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഫ്യൂസ് എന്താണെന്ന് നോക്കി പഠിക്കേണ്ട ആവശ്യമില്ല. ഫ്യൂസ് നമ്മളൊക്കെ വീട്ടിലുണ്ടാവും. ഫ്യൂസ് അല്ലേ, ഫ്യൂസ് എപ്പോഴാണ് പോവുക? അല്ലെങ്കിൽ ഇടിമിന്നൽ ഉണ്ടെങ്കിൽ ഫ്യൂസ് അടിച്ചു പോകും, അല്ലെങ്കിൽ ആരും ഷോക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കർ ഇതാവും, അല്ലെങ്കിൽ നമുക്ക് പവർ താങ്ങാൻ പറ്റാത്തൊരു സാധനം നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്രേക്കർ ഇതാവും, അല്ലെ, ഫ്യൂസ് പൊട്ടിപ്പോകും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി ഫ്യൂസ് എന്താണെന്നൊരു ഐഡിയ മനസ്സിൽ കയറ്റുക. എന്നിട്ട് നമ്മൾ കുറെ നോക്കുക ഏത് സമയത്താണ് ഫ്യൂസ് നമ്മൾ പോവുക, ഉയർന്ന വൈദ്യുതി വരിക, അതായത് ഓവർലോഡിങ് വരിക, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വരിക. ഷോർട്ട് സർക്യൂട്ട് എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ഒന്നുമില്ല, പോസിറ്റീവ് നെഗറ്റീവ് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഫ്യൂസ് കട്ടായി പോകും. അതേപോലെ തന്നെ ഓവർലോഡിങ്, നമുക്ക് വോൾട്ട്, ഓരോ ഡിവൈസ്, നമ്മൾ ബൾബാണെങ്കിലും ഫാൻ ആണെങ്കിലും ഓരോന്നിനും വരേണ്ട ഒരു വോൾട്ടേജ് ഉണ്ട്. അതിന്റെ കൂടുതൽ വോൾട്ടേജ് വരുന്ന സമയത്ത്, അതാണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഉയർന്ന വൈദ്യുതിയാണ് ഇതിലേക്ക് വരുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി
ഫ്യൂസ് കട്ടാവും. അപ്പോൾ ഫ്യൂസ് കട്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ദ്രവണാംഗം കുറഞ്ഞിട്ടുള്ള ഒരു ലോഹത്തിന് സങ്കരം വേണം നമ്മൾ ഉപയോഗിക്കാൻ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരമാണ് നമ്മൾ ഫ്യൂസ് വയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫ്യൂസ് വയറിന് വേണ്ടി അത് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? അതിന് എന്താണ്? താഴ്ന്ന ദ്രവണാംഗം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചു നോക്കുന്നത് വൈദ്യുത പവർ. എന്താണ് പവർ? പവർ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? പവർ എന്താണ്? ഒരു യൂണിറ്റ് സമയത്തിൽ ഉണ്ടാവുന്ന വർക്കാണ് എന്ത്? പവർ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് പ്രവൃത്തി ഊർജ്ജം പവർ എന്ന ചാപ്റ്ററിൽ 9th പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു യൂണിറ്റ് സമയത്ത് നടക്കുന്ന എന്താണ്? പ്രവൃത്തിയാണ്, അല്ലെ? പ്രവൃത്തിയാണ് പവർ. അതേപോലെ തന്നെ എന്താണ് വൈദ്യുത പവർ എന്ന് ചോദിച്ചത്? എന്താണ്? ഒരു യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുത ഊർജ്ജമാണ് എന്ത്? വൈദ്യുത പവർ എന്ന് മനസ്സിലാക്കി വെക്കാം. P is equal to W/T. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. P is സമം W/T. T യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന വർക്കാണ് എന്ത്? പവർ. P is equal to W/T. പവറിന്റെ യൂണിറ്റ് എന്താണ്? പവറിന് നമ്മൾ വാട്ട് എന്ന യൂണിറ്റ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശഫലം. ഇപ്പൊ ഇത്ര കാര്യങ്ങൾ താപഫലം കഴിഞ്ഞു. ഇനി പ്രകാശഫലം. പ്രകാശഫലം നമുക്കറിയാം ആദ്യം ഇവിടെ ഉണ്ടാവുക, പ്രകാശം ഉണ്ടാവുക ബൾബിലാണ്. പ്രകാശത്തിന്റെ 2-3 ബൾബുകളെ പറ്റി പഠിക്കുന്നത് ഇൻകാൻഡസെന്റ് ലാമ്പ്, അതുപോലെ തന്നെ CFL, പിന്നെ ഡിസ്ചാർജ് ലാമ്പുകൾ, പിന്നെ LED. അത്ര കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ആദ്യം എന്തൊക്കെയാണ് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ? നമ്മൾ പഴയ കാലത്ത് മഞ്ഞൊരു ബൾബുകൾ ഉണ്ടായിരുന്നു. ആ ബൾബുകളുള്ള അതിനെ നമ്മൾ പറയുന്നതാണ് ഇൻകാൻഡസെന്റ് ലാമ്പ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ CFL പറ്റി, ഡിസ്ചാർജ് ലാമ്പുകൾ, അതായത് ഈ ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ നിന്ന് അപ്ഡേറ്റ് ആയി ഡിസ്ചാർജ് ലാമ്പുകൾ വന്ന്, ഡിസ്ചാർജ് ലാമ്പുകളിൽ അപ്ഡേറ്റ് ആണ് LED ലാമ്പുകൾ വന്ന്. അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ മേന്മകൾ ഉണ്ടാകും. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. LED ലാമ്പുകളുടെ പ്രവർത്തനം, LED ലാമ്പിന്റെ ഭാഗങ്ങളും ഒക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. സിമ്പിൾ ആണ്, ജസ്റ്റ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെയും അതിന്റെ മുമ്പത്തെ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലോ അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.